കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ പകൽക്കാലം ദൈവത്തെ വീണ്ടും ആരാധിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു അവസരം നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശാന്തമായ സന്തോഷപ്രദമായ ഒരു പകൽക്കാലം, നല്ല തെളിമയുള്ള കാലാവസ്ഥയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ, കൂട്ടിക്കൊണ്ടുവന്നല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനകളും ആത്മീയ കൂട്ടായ്മകളും ദൈവം നമുക്ക് നൽകി. അതിലൊക്കെ കടന്നു വന്ന് സംബന്ധിക്കുവാൻ ഉത്സാഹം കാണിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. സഭയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിച്ചതായ സമയങ്ങളിലും ദിവസങ്ങളിലും സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥ അണച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശത്തുമായി നമ്മുടെ പ്രിയ സഹോദരങ്ങളെ ദൈവം പരിപാലിക്കുന്നു, ദൈവകൃപയിൽ നിലനിർത്തുന്നു. പരസ്പരമുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും ശക്തി പകരുന്നത്. ആത്മീക ജീവിതത്തെ അരക്കിട്ടുറപ്പിക്കുന്ന വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കുറഞ്ഞു പോയാൽ നമ്മുടെ ശക്തി കുറയും. കൂടുതൽ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ശക്തി ലഭിക്കും. കുറച്ചു പ്രാർത്ഥിച്ചാൽ കുറച്ച് ശക്തി ലഭിക്കും. ഒട്ടും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒട്ടും ശക്തിയില്ല. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചറിയുന്നവരാണ്. ആ പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ ദൈവവചനത്തിന്റെ ഉപദേശങ്ങളെ നാം ശ്രദ്ധിക്കുമ്പോൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ദൈവവചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ ആ ദൈവവചന ഉപദേശം ചിലർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ചിലരോട് മാത്രമുള്ള ദൂതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കൽ വിശ്വാസത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വന്ന ആരംഭ കാലയളവിൽ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി കരഞ്ഞു, ഒത്തിരി ഉപവസിച്ചു. എന്നാൽ ഇന്നത്തെ അനുഭവങ്ങളിൽ എല്ലാം തികഞ്ഞു എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടെ നാം ആയിരിക്കാതെ വണ്ണം ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കണ്ടടയുന്ന സമയം വരെയും പ്രാർത്ഥനയിലും ആരാധനയിലും ഉപവാസത്തിലും ദൈവത്തോടുള്ളതായ വിശ്വസ്തതയിലും ദൈവവചന പാരായണത്തിലും സമയങ്ങൾ ചെലവഴിക്കുമെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തെ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തുന്ന ഒരു ദൈവ പൈതലിനെ ലോകത്തിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല. ദൈവസന്നദ്ധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവനെ ലോകത്തിൽ ഒരിടത്തും മുട്ടുകുത്തിക്കുവാൻ ലോകത്തിൽ ആരെ കൊണ്ടും കഴിയുകയില്ല. ദൈവസന്നദ്ധിയിൽ മുട്ടുകുത്തുന്നതിൽ പരാജയപ്പെട്ടാൽ പലരുടെയും മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരും. പലരും ഒരു പക്ഷേ നമ്മെ മുട്ടുകുത്തിച്ചെന്ന് വരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ, സ്വർഗത്തിലും ഭൂമിക്കും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ആ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു എന്ന് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് പോലെ ഇന്ന് പകലും ദൈവസന്നിധി കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സ് കാണിക്കുന്ന ദൈവമക്കളെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥന സഭയ്ക്കും കർത്താവിന്റെ വേലയ്ക്കും സഹായമായിരുന്നു. ദൈവമക്കളുടെ എല്ലാ സഹകരണത്തിനും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാം. 68 സങ്കീർത്തനമാണല്ലോ ഇന്ന് പകൽ നമുക്ക് വായിപ്പാനിടയായത്. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിന്റെ വാക്കുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒത്തിരി ആശയങ്ങളും ഒത്തിരി നല്ല വചനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കീർത്തനമാണ് 68 സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ നാം വായിച്ച് അവസാനിപ്പിച്ച ആ വാക്യങ്ങളൊക്കെ നാം കാണാതെ പറയുകയും നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളുടെ നടുവിൽ നാം ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യുന്ന ദൈവവചന ഭാഗങ്ങളാണ്. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ ഭാരങ്ങളെ മാത്രം ചുമക്കുന്നവനല്ല, അല്ലെ, ഭാരങ്ങൾ വഹിക്കുന്ന നമ്മെയും അവൻ ചുമക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46 അധ്യായത്തിന്റെ 4 വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നു: വാർദ്ധക്യം വരെയും ഞാൻ അനന്യൻ തന്നെ, നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കുന്നവനെന്താ ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നു. യെശയ്യാ പ്രവചനം 63:9 വാക്യം വായിക്കുമ്പോൾ ഞാൻ പുരാതന കാലത്തൊക്കെയും അവരെ ചുമന്നുകൊണ്ട് നടന്നു എന്ന് വായിക്കുന്നു. ആ വേറെ ഭാഗം എടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചാട്ട്. നമ്മുടെ ചിന്തയുടെ വേറെ ഭാഗം മറ്റൊന്നാണ്. മുഖവരയായി ഞാനത് ഓർപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യെശയ്യാ പ്രവചനം 63:9 വാക്യം. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. പുരാതന കാലത്തൊക്കെ
ദൈവം അവരെ ചുമന്നുകൊണ്ട് നടന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭാരങ്ങളെ മാത്രമല്ല നമ്മെയും ചുമക്കുന്ന ഒരു ദൈവമുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരുപക്ഷെ നാം പലർക്കും ഒരു ഭാരമായി പോകുമെന്ന് നാം ചിന്തിക്കുമ്പോൾ, ഒരുപക്ഷെ മറ്റുള്ളവർ നാം ഒരു ഭാരമാണെന്ന് പറയുമ്പോഴും ഓർത്തുകൊള്ളണം, ദൈവവൈതലേ, എന്നെ ചുമക്കാൻ ആരുമില്ലെന്ന് ഓർത്ത്, എന്റെ കൈ പിടിക്കാൻ ആരുമില്ലെന്ന് ഓർത്ത് നീ ഭാരപ്പെടരുത്. അല്ലെങ്കിൽ നിന്നെ ചുമക്കുവാൻ കഴിവുള്ള കരുത്തുള്ളതായ ഒരു ദൈവം ജീവിക്കുന്നു. പുരാതന കാലത്തൊക്കെ ചുമന്ന ദൈവം നരയ്ക്കുവോളം ഹല്ലേലൂയ ഈ ഭൂമിയിലെ ആയുസ് തീരുന്നത് വരെയും നമ്മെ ചുമക്കുവാൻ വേണം സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായത്തിൽ ലോകത്തിലുള്ളതായ മനുഷ്യന്റെ കൈവേലയായിരിക്കുന്ന ദേവന്മാരെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, അവൻ അവരെ ചുമന്നുകൊണ്ടുപോയി ഒരിടത്ത് നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. തോളിൽ ചുമന്നുകൊണ്ടുപോയി ഒരിടത്ത് നിർത്തുന്നു. അതിന് മാറാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം നാം പ്രസംഗിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം അവനെ തോളിൽ ചുമക്കേണ്ടവനായ ദൈവമല്ല, അവൻ നമ്മെ തോളിൽ ചുമക്കുന്ന ദൈവമാ. അത് വിശ്വസിക്കുന്നവരെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിന്റെ ഏത് ഭാരത്തിന്റെ വേളയിലും ഏത് പ്രയാസത്തിന്റെ വേളയിലും നമ്മെ കരങ്ങളിൽ വഹിക്കുന്നവൻ, നമ്മെ തോളിൽ വഹിക്കുന്ന ആ നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി അതിന്റെ ആരംഭവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 68-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധി വായിക്കാം. മതി. ദൈവം എഴുന്നേൽക്കുന്നു. ആ ഒരു പദപ്രയോഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ദൈവം സന്നിധിയിൽ ആഗ്രഹിക്കുന്നു. ദൈവം ആർക്കു വേണ്ടിയാണ് എഴുന്നേൽക്കുന്നത്? നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുന്ന ഉരുവിടുന്ന ഒരു വാചകമാണ്, കർത്താവേ, അവിടുന്ന് എനിക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കണമേ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഉപവസിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ അങ്ങനെ ഹല്ലേലൂയ ചിന്തിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ ഉപവാസത്തിന്റെ സമയങ്ങളോ ദിവസങ്ങളോ കഴിയുന്നതിന് മുമ്പ് ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കണം എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ദൈവം എഴുന്നേൽക്കുന്ന ആ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ദൈവം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ പകൽക്കാലം എനിക്ക് ഹല്ലേലൂയ ചിന്തിപ്പാൻ സന്തോഷമുള്ളത്, നാം എഴുന്നേൽക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കണമെങ്കിൽ നാം ആദ്യം ഒന്ന് എഴുന്നേൽക്കണം. ദൈവത്തിന് സ്തോത്രം. നാം എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. നാം എവിടെ നിന്നും എഴുന്നേൽക്കണം, എന്തിനു വേണ്ടി എഴുന്നേൽക്കണം, ആ ചിന്തകൾ ആദ്യം പങ്കുവച്ചിട്ട് ദൈവസന്നിധിയിൽ തുടർന്നുള്ള ചിന്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവം എഴുന്നേൽക്കണമെങ്കിൽ ആദ്യം നാം എഴുന്നേൽക്കണം. ദൈവത്തിന് സ്തോത്രം. നാം എവിടെയാണോ ആയിരിക്കുന്നത് ആ സാഹചര്യങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കണം, ആ പരിതസ്ഥിതികളെ കുറിച്ച് മനസ്സിലാക്കണം. ഒരുപക്ഷെ അവിടെ അങ്ങനെ ആയിരിക്കാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ എത്രയോ വിടുതലുകൾ ലഭിച്ചിട്ടും എത്രയോ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചിട്ടും ഇന്നും എഴുന്നേൽക്കേണ്ടതായ സ്ഥാനത്ത് എഴുന്നേൽക്കാൻ കഴിയാതെ, കർത്താവിന് വേണ്ടി പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് പോകാൻ കഴിയാതെ, കർത്താവ് ആവശ്യപ്പെടുന്നത് ചെയ്യാൻ കഴിയാതെ ഇന്നും നമ്മൾ മൗനമായി നിൽക്കുകയാണ്. ജീവിതത്തിൽ വിടുതൽ അനുഭവിക്കാഞ്ഞിട്ടല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി കിട്ടാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ യേശു കർത്താവ് തന്റെ ആ ദൗത്യം ഈ ഭൂമിയിലുള്ളത് തികച്ച് തീർക്കുന്നതിന്റെ ഭാഗമായി കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എഴുന്നേൽപ്പീനും നാം പോക. ദൈവത്തിന് സ്തോത്രം. ദൗത്യങ്ങൾ അവസാനം വരെയും പൂർത്തീകരിപ്പാൻ വളരെ അതിനുവേണ്ടി സമർപ്പണത്തോടുകൂടി നിന്ന മനുഷ്യപുത്രനും പറയുന്നത് എഴുന്നേൽപ്പീൻ നാം പോക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഈ കാലങ്ങളിൽ ആ ഒരു വലിയ ദൂത് ദൈവം നമ്മോട് പറയുക. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഉറങ്ങാനുള്ള നാഴിക ഇതല്ല, മയങ്ങാനുള്ള നാഴിക ഇതല്ല, നിർവിചാരിയായി കിടക്കാനുള്ള നാഴിക ഇതല്ല, അലസനായി ഇരിക്കാനുള്ള നാഴിക ഇതല്ല. നാം എഴുന്നേൽക്കേണ്ട ഒരു കാലയളവിലാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എവിടെ നിന്നാണ് നാം എഴുന്നേൽക്കേണ്ടത്? വചനഭാഗത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. എഫേസ്യ ലേഖനത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. അതിന്റെ 5-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേൽക്ക. ദൈവത്തിന് സ്തോത്രം. അവിടെ അക്ഷരിക ഉറക്കത്തെക്കുറിച്ച് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരാത്മീക ഉറക്കത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരാത്മീക മന്ദത പിടിച്ചു, ഒരാത്മീക ഉറക്കം പിടിച്ചു.
ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന കാലയളവിനെ കുറിച്ച് അറിയുന്നില്ല, കടന്നു വന്നിരിക്കുന്നതായ സമയത്തെ കുറിച്ച് അറിയുന്നില്ല, ഈ നാഴികയുടേതായ ആ ഒരു അനുഭവങ്ങളെ കുറിച്ച് അറിയുന്നില്ല. എല്ലാം അറിയാമെന്നുള്ളതായ ഒരു മനോഭാവം ഉണ്ടെങ്കിലും കാര്യങ്ങളെ കുറിച്ച് വേണ്ടതുപോലെ ഒരു തിരിച്ചറിവില്ലാതെ വിടുതൽ ലഭിച്ചിട്ടും നന്മകൾ പ്രാപിച്ചിട്ടും അവിടെ പിന്നെയും കിടക്കുന്നതായ ഒരു മനുഷ്യനോട് ദൈവത്തിൻ്റെതായ വചനം പറയുന്നു, നീ ഇവിടെ നിന്ന് എഴുന്നേൽക്കണം. ദൈവത്തിന് സ്തോത്രം. നീ ഉറങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്രത്യേക പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്രത്യേക പ്ലാൻ ഉണ്ട്. എല്ലാവരും ആയിരിക്കുന്ന പോലെ ആയിരിക്കുവാൻ, എല്ലാവരും ആ കിടക്കുന്നത് പോലെ കിടക്കുവാൻ, എല്ലാവരും മൗനം പാലിക്കുന്നത് പോലെ മൗനം പാലിക്കുവാനല്ല നമ്മുടെ മേലുള്ളൊരു തിരഞ്ഞെടുപ്പുള്ളത്. മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തനായി, മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്ത വിളിയാൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചെങ്കിൽ അത് നല്ലവണ്ണം നമ്മുടെ ഉള്ളത്തിൽ നാം അറിയുന്നുണ്ട്. ദൈവം എന്നെ വിളിച്ചതായ വിളി ഉന്നതമാണ്, അത് ശ്രേഷ്ഠമാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതൊക്കെ പ്രാപിച്ചിട്ടും അതൊക്കെ അനുഭവിച്ചിട്ടും ഹല്ലേലൂയ ഏതോ ചില വിഷയങ്ങളുടെ മുമ്പിൽ പിന്നെയും മൗനം പാലിച്ചുകൊണ്ട് പിന്നെയും ഹല്ലേലൂയ എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ ഹല്ലേലൂയ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് മറന്നു കിടക്കുന്നതായ ഒരു കാഴ്ച. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം. ദൈവത്തിന് സ്തോത്രം. എഴുന്നേൽക്കാൻ ഒരുപക്ഷെ മടിക്കുമ്പോൾ, എഴുന്നേൽക്കാൻ ഒരുപക്ഷെ വൈമനസ്യം കാണിക്കുമ്പോൾ ദൂതൻ നമ്മെ സ്പർശിച്ചെന്നിരിക്കും. അത് വേറെ പുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ആ ദൂതൻ ചിലപ്പോൾ നമ്മെ തട്ടിയെന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആ തട്ടൽ എന്ന് പറയുന്നത് ഒരു തലോടലിന് തുല്യമാണ്. ദൈവത്തിന് സ്തോത്രം. തകർക്കാൻ വേണ്ടിയല്ല, നിന്നെ ഒന്ന് ഉണർത്താൻ വേണ്ടിയാ. ഹല്ലേലൂയ. ദൗത്യത്തിലേക്ക്, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഒരു തിരിച്ചറിവുള്ളവനായി തീരാൻ വേണ്ടിയാണ് ദൈവം നമ്മെ തലോടുന്നത്, ദൈവം നമ്മെ തട്ടുന്നത്. പഴയ നിയമത്തിൽ നിന്ന് ഒരു വേറെ ഭാഗം അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 19-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആ ആ ആ ആ ആ. അപ്പൊ ശ്രദ്ധിക്കണമേ, വളരെ നിരാശനായി, വളരെ ഭാരത്തോടുകൂടെ ചില സംഭവങ്ങളുടെ മുമ്പിൽ ഏലിയാവ് കടന്നുറങ്ങുകയാണ്. പശ്ചാത്തലം നമുക്കറിയാം. ഇസബേൽ എന്ന് പറയുന്ന ദുഷ്ടസ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ കഴിഞ്ഞ നിമിഷങ്ങൾ വരെ താൻ ചെയ്തതെന്താണെന്നോ, തന്നിലൂടെ ദൈവം എന്താ പ്രവർത്തിച്ചതെന്നോ, ഒറ്റയ്ക്ക് നിൽക്കുന്ന തന്റെ കൂടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് മറന്നുപോയി നിരാശനായി അവൻ തളർന്നുറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനത്തിലെ വാക്യം മറക്കരുത്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. നിന്നെക്കുറിച്ചുള്ള ദൗത്യം തീർന്നിട്ടില്ല, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തീർന്നിട്ടില്ല. ഒരുപക്ഷെ എല്ലാം അവസാനിച്ചു എന്ന് സാഹചര്യം പറയുമ്പോൾ, ഒരുപക്ഷെ എല്ലാം അവസാനിപ്പിക്കുമെന്ന് ശത്രു നമുക്കെതിരെ നിന്ന് പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം തോറ്റുകൊടുക്കാൻ തയ്യാറാകരുത്. ദൈവം നിന്നെ വിളിച്ചെങ്കിൽ, ദൈവം നിന്നെ വേർതിരിച്ചെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നടക്കേണ്ടതും നിറവേറേണ്ടതും മനുഷ്യന്റെ ആലോചനയല്ല, ശത്രുവിൻ്റെതായ പ്ലാനും പദ്ധതിയുമല്ല. നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും നിറവേണ്ടത് ദൈവത്തിന്റെ പ്ലാൻ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. വചനം പറയുന്നു, ആദിയിൽ തന്നെ അവസാനം അറിയുന്ന, പുരാതന കാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ള യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ എന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ളത് അത് സത്യമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ഏലിയാവേ, നിന്നെ നോക്കി ഒരുപക്ഷെ ഇസബേലോ, ഈ ലോകത്തിൻ്റെതായ പ്രതിനിധിയോ, ഈ ലോകത്തിന്റെ ശത്രുവിന്റെ പ്രതിനിധിയോ നിന്റെ ജീവിതം ഇല്ലായ്മയാക്കുമെന്നും തകർക്കുമെന്നും പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ നിരാശനായി നീ കിടന്നുറങ്ങേണ്ടവനല്ല, നീ കിടന്നുറങ്ങേണ്ടവളല്ല. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകൾ ഇനിയും അവശേഷിക്കുക. ചിലതൂടെ കർത്താവിന് വേണ്ടി ചെയ്യാനുണ്ട്, ചിലയിടത്തൂടെ പോകാനുണ്ട്, ചിലതൂടെ സ്ഥാപിക്കാനുണ്ട്, ചിലരെ കർത്താവിന് വേണ്ടി നേടാനുണ്ട്. നിന്റെ കരങ്ങൾ കൊണ്ട് ഇന്നലകളിൽ വരെ ചെയ്യാത്തതായ ചില ശുശ്രൂഷകൾ ഇനിയും ചെയ്യാം, ചിലരെ അഭിഷേകം ചെയ്യാം, ചിലരെ വേലയ്ക്ക് വേർതിരിക്കുവാൻ, ചിലരുടെ മേൽ ദൈവത്തിന്റെ കൃപ പകരുന്നത് കാണാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിന് ആയുസ് ഒരു വിഷയമല്ല, ആരോഗ്യം ഒരു വിഷയമല്ല. വഴങ്ങിക്കൊടുക്കുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ഇന്നു പകൽ എന്റെ മുമ്പിലിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ഈ പകൽക്കാലം ഈ
വാക്കു ശ്രദ്ധിക്കുന്ന ആരെയും ഉപയോഗിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. മാനുഷിക വാക്കിന്റെ മുമ്പിൽ തളർന്നു കിടന്നുറങ്ങുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഹല്ലേലൂയ ആരാധകരുടേതായ വാക്കുകളായിരിക്കാം, ആരാധന കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന വാക്കുകളായിരിക്കാം, ഒരുപക്ഷെ നീ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നോ, നീ പാർക്കുന്ന ദേശത്തു നിന്നോ, ദൈനംദിന ജീവിതത്തിൽ നീ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ നിന്നോ പുറപ്പെട്ട വാക്കുകൾ നിന്നെ നിരാശപ്പെടുത്തി എല്ലാം അവസാനിപ്പിച്ച് എല്ലാം വെച്ചൊഴിഞ്ഞ് അല്ലെങ്കിൽ ഇപ്പോൾ മതി യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് നിരാശയോടെ കിടന്നുറങ്ങുന്ന ഏതെങ്കിലും ദൈവവൈതലുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ ദൂത് നിങ്ങളെ തട്ടി ഉണർത്തിയെങ്കിൽ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. കിടന്നുറങ്ങാൻ വേണ്ടിയല്ല, ഹല്ലേലൂയ ഹല്ലേലൂയ, അല്ല മറ്റുള്ളവരെ പോലെ അല്ലെ ഞാൻ കഴിഞ്ഞ നാളുകൾ ഓടി. ഇവിടെ ഏലിയാവ് പറയുന്നു, എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ലല്ലോ. ഒരുപക്ഷെ അവർ ചെയ്യുന്നതിനേക്കാൾ പലതും ചെയ്തു കാണാം. അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്ത അവസരങ്ങൾ നിനക്ക് കിട്ടിയെന്നിരിക്കാം. അവർ ചെയ്തതിനേക്കാൾ അധികമായി കർത്താവിന് വേണ്ടി ശുഷ്കാന്തിയോടെ നിൽക്കാൻ കഴിഞ്ഞെന്നിരിക്കാം. തീർന്നില്ല ദൈവവൈതലേ. ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുമ്പോ അവനെ കുറിച്ചുള്ളതൊക്കെ ദൈവ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വചനം പറയും, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എങ്കിൽ അത് സത്യമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ എഴുതിയിരിക്കുന്നത് മുഴുവനും നിന്നെ കുറിച്ചുള്ളത് നിറവേറാതെ ഈ ഭൂമിയിൽ നിന്നെ തുടച്ചു മാറ്റാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അത് രോഗത്തിന്റെ വേഷത്തിൽ വന്നാലും, അത് ശത്രുവിന്റെ വേഷത്തിൽ വന്നാലും, അത് നിന്ദയുടെ വേഷത്തിൽ വന്നാലും, ദൈവമാ നിന്നെ കണ്ടതെങ്കിൽ, ദൈവമാ നിന്റെ കുടുംബത്തെ നിർത്തിയതെങ്കിൽ, ദൈവമാ നിന്നെ തെരഞ്ഞെടുത്തതെങ്കിൽ, യഹോവയാ നിന്നെ അഭിഷേകം ചെയ്തത് എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക, ഒരു മനുഷ്യനും നിന്നെ തകർക്കാൻ കഴിയുകയില്ല. നിന്റെ ജീവൻ അവന്റെ ഭാണ്ഡത്തിൽ അത് കെട്ടപ്പെട്ടതാണ്. ഒരു മനുഷ്യനും ദൈവം നിന്നെ വിട്ടുകൊടുക്കയില്ല. ദാവീദിനെയും ശൗലിനെ കുറിച്ച് ഉള്ള ചരിത്ര ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, പലപ്പോഴും ദാവീദിനെ തേടി ശൗൽ ഇങ്ങനെ പുറകാലം നടക്കുകയാണ്. കയ്യെത്താകുന്ന ദൂരത്തൊക്കെ കിട്ടിയ സന്ദർഭങ്ങളുണ്ട്, കയ്യിൽ കിട്ടിയെന്ന് തോന്നുന്ന പല അനുഭവങ്ങളുണ്ട്. അവിടെ എല്ലാം നാം വായിക്കുന്നത് എങ്ങനെയാണ്, ദാവീദിനെ ശൗലിന്റെ കയ്യിൽ ദൈവം വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ. ഭക്തനായതുകൊണ്ട് മാത്രമല്ല, അല്ല ദൈവകൃപയുള്ളവനായതുകൊണ്ട് മാത്രമല്ല, അല്ല ദൈവം വിട്ടുകൊടുത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ പലരും അവകാശം പറഞ്ഞപ്പോഴും വില പറയാൻ നോക്കിയപ്പോഴും വിട്ടുകൊടുക്കാഞ്ഞത് ദൈവത്തിന്റെ സ്നേഹമാ. ഹല്ലേലൂയ. വിട്ടുകൊടുക്കാഞ്ഞ ദൈവത്തിന്റെ കരുണയാ. ഹല്ലേലൂയ. നമുക്ക് എതിരെ വെല്ലുവിളിച്ചവർ, നമുക്കെതിരെ എഴുന്നേറ്റ് നിന്നവർ, നമ്മുടെ വരവും കാത്തിരുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ കടന്നു വരാറുള്ള പതിവ് യാത്രയുടെ സമയം നോക്കി അതിനുവേണ്ടി പതിയിരിപ്പുകൾ ഒരുക്കി കാത്തിരുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. അവിടൊക്കെ അവരുടെ മുമ്പിൽ നിന്ന് വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ വഴുതിപ്പോരുമാറാക്കിയ ദൈവകൃപ എത്ര വലിയതാ. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ചില അവസരങ്ങളിലൊക്കെ അവർ പിന്നത്തേതിൽ അനുഭവങ്ങൾ പറയും, ഞങ്ങളിങ്ങനെ പല പ്രാവശ്യം കാത്തിരുന്നു, ഹല്ലേലൂയ, വഴിയിൽ ആപത്തുകൾ സംഭവിപ്പിക്കുവാൻ, വഴിയിൽ വെച്ച് തകർത്തു കളയുവാനൊക്കെ വേണം പലപ്പോഴും ഞങ്ങൾ കാത്തിരുന്നു. എന്നാൽ കാത്തിരുന്ന സമയങ്ങളിൽ ഒന്നും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവവൈതലേ, ഒന്നും കഴിയാതിരുന്നത് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയല്ല, ദൈവത്തിന്റെ സ്നേഹമാണെന്ന് മനസ്സിലാക്കണം. അത് അനുഭവിച്ച ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം. ആ വിടുതൽ അനുഭവിച്ചവർ ദൈവത്തെ സ്തുതിക്കണം. ഒന്നല്ല പല പ്രാവശ്യം അല്ലെ കർത്താവ് നമ്മെ സൂക്ഷിച്ച വിധങ്ങളും അപകടങ്ങൾ ആപത്തുകൾ മുമ്പിൽ കണ്ടപ്പോഴും അവിടെ നിന്നൊക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതും ദൈവത്തിന്റെ പ്രവൃത്തിയാ. ഇതെല്ലാം അറിഞ്ഞിട്ടും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഏലിയാവിനെ പോലെ തിന്നു കുടിച്ചു കിടന്നുറങ്ങുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷം, ഒരു നിലവാരം ആ ജീവിതത്തിലുള്ളതെങ്കിൽ ഒരുപക്ഷെ ഈ ഒരവസ്ഥയ്ക്ക് കാരണം ചില വ്യക്തിയായിരിക്കാം, ഈ ഒരവസ്ഥയ്ക്ക് കാരണം ചില ഭീഷണി വാക്കുകളായിരിക്കാം, ഈ ഒരവസ്ഥയ്ക്ക് കാരണം അല്ലെ ചില വിഷയങ്ങളുടെ നടുവിൽ നീ പേടിച്ചതായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ മാസത്തിന്റെ പ്രാരംഭ ഞായറാഴ്ചയിൽ ദൈവവചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയുന്നത്, നിനക്ക് പേടിപ്പാനൊന്നുമില്ല. നിന്റെ വശത്ത് 1000 പേര് വീഴട്ടെ, നിന്റെ വലത്തുവശം 10,000 പേര് വീഴട്ടെ, അത് നിന്നോട് അടുത്തു വരികയില്ല. അല്ല, ദൈവത്തിൻ്റെതായ കരുണയാ നമ്മെ സൂക്ഷിക്കുന്നത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാ. ഇവൻ തിന്നുകുടിച്ച് വീണ്ടും കിടന്നുറങ്ങി. ദൂതൻ വീണ്ടും അവനെ തട്ടി.
ഹല്ലേലൂയ. ഒരു പ്രാവശ്യം തട്ടിയിട്ട് എഴുന്നേൽക്കാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ഉദ്ദേശത്തോട് പ്രതികരിക്കാതിരുന്നപ്പോൾ ഉപേക്ഷിച്ചു പോകാൻ ദൈവത്തിന് കഴിയുകയില്ല. കാരണം ഇവന്റെ മേൽ വലിയൊരു വാഗ്ദത്തമുണ്ട്. അത് നടക്കാതിരിക്കാൻ ഒരു മറുവശത്ത് ഇവനെ ഈ നിലകളിൽ ആക്കുന്നതായ ഒരു വലിയ പൈശാചിക അനുഭവങ്ങൾ, അത് നല്ലതുവണ്ണം ദൂതൻ മനസ്സിലാക്കിയിട്ട് അവനെ വീണ്ടും തട്ടി ഉണർത്തി. അല്ലെങ്കിൽ അവനോട് വീണ്ടും പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ഒരു ദൂരയാത്ര ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ ദൂതും പറയുന്നത്, നീ എഴുന്നേൽക്കുക, ഇവിടെ കിടക്കേണ്ടവനല്ല, ഇവിടെ ആയിരിക്കേണ്ടവനല്ല, ഇവിടെ ആയിരിക്കേണ്ടതായ സമയം കഴിഞ്ഞുപോയി. ഇനിയും നിനക്ക് ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ട്, ഇവിടെ നിന്നൊരു യാത്രയുണ്ട്, ഇവിടെ നിന്നൊരു മാറ്റമുണ്ട്, ഇവിടെ നിന്നൊരു ചലനമുണ്ട്. ഹല്ലേലൂയ. ദൈവം നിന്നെ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ദേശമുണ്ട്, മറ്റൊരു സ്ഥലമുണ്ട്. നീ എത്തേണ്ടതായ ഒരു തലമുണ്ട്, നിന്റെ ശുശ്രൂഷ വെളിപ്പെടേണ്ടതായ ഒരു തലമുണ്ട്. അവിടേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തുകൊണ്ടുപോകുക. ഹല്ലേലൂയ. നാം വായിക്കുന്നല്ലോ, ഷണ്ണനെ സ്നാനപ്പെടുത്തിയ ശേഷം ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. പിന്നെ അവനെ കണ്ടത് അസ്തോദില. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരിടത്തെ ശുശ്രൂഷ തികഞ്ഞ് ഒരിടത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ചു എന്ന് ദൈവത്തിന്റെ ആത്മാവിന് തോന്നുമ്പോൾ, ദൈവഹിതത്തിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു ദൈവവൈദ്യരാണെങ്കിൽ ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ചലിക്കാൻ ഞാനും നിങ്ങളും ഇന്ന് പകൽ തയ്യാറാണെങ്കിലോ, അല്ലെങ്കിൽ ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്തത്, ഇന്നലെ വരെ അനുഭവിച്ചിട്ടില്ലാത്തത്, ഇന്നലെ വരെ ചെയ്തിട്ടില്ലാത്തത്, ഇന്നലെ വരെ എന്റെ ജീവിതത്തില് ഇങ്ങനെ ഒന്ന് നടക്കുമെന്ന് ചിന്തിക്കാത്ത തരത്തില് വിസ്മയമായത്, അതിശയകരമായത്, അത്ഭുതകരമായത് നമ്മുടെ കൺമുമ്പിൽ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തന. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിന്റെ പാരമ്പര്യം ഒരുപക്ഷെ ചെറുതായിരിക്കാം. ഏലിയാവിന്റെ ഹല്ലേലൂയ വ്യക്തിത്വം മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തുമ്പോൾ അത് ഏതുമില്ലാത്തതായിരിക്കാം. എന്നാൽ ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്ന ദൈവകൃപയാ. ഒരു സാധാരണക്കാരനെ ഒരു അസാധാരണ ശുശ്രൂഷയ്ക്ക് പ്രാപ്തനാക്കുന്നത് ദൈവകൃപയാ. അതോർത്തു ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. എഴുന്നേൽക്കണം. എവിടെ നിന്ന് എഴുന്നേൽക്കണം? ഉറങ്ങുന്ന പശ്ചാത്തലത്തിൽ നിന്ന്, ഉറങ്ങുന്നവരുടെ ഇടയിൽ നിന്ന്. ഹല്ലേലൂയ. അവരുടെ ഇടയിൽ നീ പിന്നെയും ആയിരുന്നാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നീ സൂക്ഷിക്കണം. അല്ലെ, ഇനിയും നീ അവിടെ തുടർന്നാൽ, ഇനിയും നീ അവിടെ ആയിരുന്നാൽ നിന്നിലുള്ളതായ ആ കത്തുന്ന അനുഭവം, ആ അനല് ഇല്ലാതെയായി പോകും. ഹല്ലേലൂയ. ആ തീക്കട്ട ഇന്നൊരു തീക്കട്ടയായിരിക്കുന്നത് നാളെ ഒരുപക്ഷെ കരിക്കട്ടയായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നീ ആയിരിക്കുന്നത്. അതുകൊണ്ട് നീ അവിടെ നിന്ന് എഴുന്നേൽക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എഴുന്നേൽക്കാൻ തയ്യാറായാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ എഴുന്നേൽക്കുക എന്നുള്ള ദൂതിനോട് പ്രതികരിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ ഏതെങ്കിലും വേദനയോടെയോ ഭാരത്തോടോ ഏതെങ്കിലും ഹല്ലേലൂയ മാനസികമായ ബുദ്ധിമുട്ടിനോടുള്ള ബന്ധത്തിൽ ഒരുപക്ഷെ തളർന്നു പോകുന്ന അനുഭവങ്ങൾ കണ്ടെന്നിരിക്കുക. എല്ലാം അവസാനിപ്പിച്ച് ഹല്ലേലൂയ സ്വസ്ഥമായാൽ എന്താണെന്നോ, ഒരുപക്ഷെ മറ്റൊരിടത്തേക്ക് മാറിയാൽ എന്തെന്നോ ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുക. എന്നാൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ഇല്ല, ദൈവത്തിന് ഇനിയും പ്രയോജനപ്പെടുത്താനുണ്ട്, ദൈവത്തിന് വേണ്ടി ഇനിയും ഓടാനുണ്ട്, ദൈവത്തിന് വേണ്ടി ഇനിയും അധ്വാനിക്കാനുണ്ട്. ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം. അല്ലെ, ഒത്തിരി വേദഭാഗം അതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കാൻ സന്തോഷമുണ്ടെങ്കിലും സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിർത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എന്തിനു വേണ്ടി എഴുന്നേൽക്കണം? എവിടെ നിന്ന് എഴുന്നേൽക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇനി എന്തിനു വേണ്ടി എഴുന്നേൽക്കണം? നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. യെശയ്യാവ് 60-1 വാക്യം വായിച്ചാട്ടെ. മതി. ഹല്ലേലൂയ. നിന്റെ ടൈം ഹല്ലേലൂയ എത്തിയിരിക്കുകയാണ്. നീ എഴുന്നേറ്റ് പ്രകാശിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവേ എപ്പോഴായിരുന്നു നീ ചോദിച്ചൊരു സമയമുണ്ട്. കർത്താവേ, എന്നെ കരങ്ങളിലെടുക്കുന്ന സമയം എപ്പോഴാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കരങ്ങളിലൊന്ന് പ്രയോജനപ്പെടുത്തുന്ന സമയം എപ്പോഴാ കർത്താവേ? ഹല്ലേലൂയ. പല വിശ്വാസികളും പലരും കർത്താവിന് വേണ്ടി പലതും ചെയ്യുമ്പോൾ, അല്ലെ, ഞാൻ ഒരുത്തൻ മാത്രം, ഞാൻ ഒരുത്തി മാത്രം, ഒരു അപ്രയോജന ദാസൻ എന്നുള്ള നിലയിൽ പലപ്പോഴും ഞാൻ ആയിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവവചനം പറയുന്നു, അതെ, അതിനുള്ള സമയം വന്നിരിക്കുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. അല്ലെ, നീ ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറായാൽ, ഉണർന്നിരിക്കുക
ഉറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന്, അല്ല മയക്കിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് നീ എഴുന്നേൽക്കാൻ തയ്യാറായാൽ പ്രകാശിക്കാനുള്ളത് കർത്താവ് തരും. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ നീ പ്രകാശിക്കുന്നത് സ്വയമേവയല്ല. ദൈവത്തിന് സ്തോത്രം. നിന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കുമ്പോൾ നിനക്കൊരു പ്രകാശമായി തീരുവാൻ കഴിയും. കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെങ്കിൽ നിങ്ങളും ലോകത്തിന്റെ വെളിച്ചമാ. ഗുരുവിനെ പോലെ ആകുന്നത് ഹല്ലേലൂയ ശിഷ്യനും മതിയെങ്കിൽ, യജമാനനെ പോലെ ആകുന്നത് ദാസനും മതിയെങ്കിൽ, നമ്മുടെ ഗുരുവും നമ്മുടെ യജമാനുമായ ആ കർത്താവ് വലിയ വെളിച്ചമാണെങ്കിൽ അവനോട് ചേർന്നിരിക്കുന്ന നാം ഓരോരുത്തരും ഹല്ലേലൂയ ചെറിയ ചെറിയ വെളിച്ചങ്ങളായി മാറുകയാ. ആ വെളിച്ചത്തോട് ഹല്ലേലൂയ നാം ചേർന്നിരിക്കുമ്പോൾ, അതിനോട് ഹല്ലേലൂയ പറ്റിയിരിക്കുമ്പോൾ നമ്മിലേക്കും ആ തേജസ് അത് ഒഴുകുവാനിടയായിത്തീരുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ എഴുന്നേൽക്കുന്ന ദൈവമക്കളോടുള്ള അടുത്ത ദൈവത്തിന്റെ ശബ്ദം ഇതാണ്: എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ പ്രകാശിപ്പിക്കാൻ ദൈവം വിശ്വസ്തന. ഇന്നലകളിൽ കൊടുക്കാത്ത ഒരു പ്രകാശം, ഇന്നലകളിൽ കാണാത്തതായ ഒരു ദൈവകൃപ, ഇന്നലകളിൽ കാണാത്തതായ ഒരു ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങളുടെ ഒരു പ്രഭാവം തന്നെ നമ്മിലൂടെ വിളകുവാൻ, നമ്മിലൂടെ തിളക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാ. ഇന്നലെ ഒരു പക്ഷേ നാം ആരുമായിരുന്നില്ല, ഇന്നലെ നമ്മൾ ഒന്നുമായിരുന്നില്ല. പക്ഷേ ഇന്നിന്റെ അനുഭവത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അല്ലെ നീ റെഡിയാണെങ്കിൽ, അല്ലെ നിന്നെ ഉപയോഗിപ്പാൻ ദൈവം വിശ്വസ്തന. നീ തയ്യാറാണെങ്കിൽ, വഴങ്ങിക്കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മെ മാനിപ്പാൻ ദൈവം വിശ്വസ്തന. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രകാശം പരത്തേണ്ട ഇടത്ത് പരത്തുവാൻ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും, എങ്കിലും നിന്റെ മേലോ യഹോവ ഉദിക്കും. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കരുത്, ചുറ്റുപാടുകളെ നോക്കരുത്. അവർക്ക് കഴിയുന്നില്ലല്ലോ, ഇവർക്ക് കഴിയുന്നില്ലല്ലോ എന്നോർക്കരുത്. ഒരു പക്ഷേ നമ്മേക്കാൾ പ്രാഗൽഭ്യമുള്ള ഉണ്ടെന്ന് തോന്നുന്നവരും അഭിമാനിക്കുന്നവരും അവകാശപ്പെടുന്നവരും പ്രഗത്ഭന്മാർ പലരും ഉള്ളപ്പോൾ ഹല്ലേലൂയ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്, അവർക്ക് കഴിയാത്തത് നിന്നിലൂടെ സാധിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തന. ചെറുപ്പം മുതലേ ഹല്ലേലൂയ യുദ്ധതന്ത്രങ്ങളെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള, യുദ്ധം ചെയ്ത് പരിചയമുള്ള ഒരു യോദ്ധാവായിരിക്കുന്ന ഇതാ ശൗലിന് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ, യുദ്ധപാഠവുമില്ലാത്തതായ, യുദ്ധം കണ്ടു വലിയ പരിചയമില്ലാത്ത, യുദ്ധം ചെയ്തു വലിയ പരിചയമില്ലാത്തതായ ഒരു ദാവീദിനെ ദൈവം കരങ്ങളിലെടുക്കുകയാ. ശൗലിന് കഴിയാത്തത് ദാവീദിൽ കൂടെ ദൈവം ചെയ്തെങ്കിൽ, ദൈവമക്കളെ പ്രഗത്ഭന്മാർക്ക് കഴിയാത്തത്, അല്ലെ പ്രാപ്തി ഉണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന പലർക്കും കഴിയാത്തത് കർത്താവിന് വേണ്ടി ചെയ്തെടുക്കാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരുന്ന് അതിനുവേണ്ടി പ്രയോജനപ്പെടാനൊന്നും ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മെ സഹായിപ്പാൻ ദൈവം വിശ്വസ്തന. ദൈവത്തിന് സ്തോത്രം. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോയി എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യം മറക്കരുത്, കുറിവാക്യം. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുന്നു. ഞാൻ പറഞ്ഞു, ദൈവം എഴുന്നേൽക്കണമെങ്കിൽ ആദ്യം നാം എഴുന്നേൽക്കണം. എവിടെ നിന്ന് എഴുന്നേൽക്കണം? ഉറങ്ങുന്നവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം. എന്തിനു വേണ്ടി എഴുന്നേൽക്കണം? കർത്താവിന് വേണ്ടി പ്രകാശിക്കാൻ. ഹല്ലേലൂയ. നമ്മൾ ആരുടെയും ചട്ടുകങ്ങളല്ല, നമ്മൾ കർത്താവിന്റെ വക്താക്കളാ, ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ പകരക്കാരാ. അല്ലെ ക്രിസ്തു നമ്മുടെ അമരക്കാരനാണെങ്കിൽ, അല്ലെ ആ അമരക്കാരനോട് ചേർന്ന് ഈ പടകിൽ യാത്ര ചെയ്യുന്നവരാ നാം ഓരോരുത്തരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എഴുന്നേറ്റ് പ്രകാശിക്കുമ്പോൾ ജീവിതത്തിൽ ഭാരങ്ങൾ വരും. നമ്മൾ വായിച്ച വാക്യത്തിന്റെ കുറിവാക്യത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വന്ന് ഞാൻ അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. ഭാരങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കെന്നാണ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ദൈവവചനം പറയുന്നത്. ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്ക്. ഹല്ലേലൂയ. ഒത്തിരി നാളൊന്നും പ്രകാശിച്ചില്ല, ഒരു ചെറിയ കാലയളവ്, ഒരു ചെറിയ ടൈം. ഹല്ലേലൂയ. ഒരു പക്ഷേ ചുരുങ്ങിയ മാസങ്ങളായിരിക്കാം താൻ പ്രകാശിച്ചത്. പക്ഷേ ദൈവം കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം ഹല്ലേലൂയ താൻ ഈ ലോകത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആർക്കു വേണ്ടിയാണോ വന്നത് ആ ദൗത്യം നന്നായി പൂർത്തീകരിച്ച്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ട് ഞാൻ ഭാഗം ആവർത്തിക്കുന്നില്ല. തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു. തൻ്റെ തല ഒരു താലത്തിൽ കിട്ടുവാൻ ഹല്ലേലൂയ ആഗ്രഹിച്ച ലോകം അവരാഗ്രഹിച്ചതുപോലെ അവർക്കത് സംഭവിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ മറ്റൊരു മനുഷ്യനെ ഞാൻ ചൂണ്ടിക്കാട്ടാം. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത് എപ്പോഴും ചോദിച്ചാൽ, ദൈവ പൈതലേ, നിന്റെ കഷ്ടതയിൽ നീ മുട്ടുകുത്തുമ്പോഴാണ്. നീ കഷ്ടതയിൽ മുട്ടുകുത്തുമ്പോൾ
നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിനക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആ വചനം വായിച്ച് ഹല്ലേലൂയ ഞാൻ എൻ്റെ വാക്കുകളെ ദൈവസന്നിധിയിൽ അവസാനിപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാം. 7-ാം അധ്യായം 60-ാമത്തെ വാക്യം ആദ്യമായി വായിക്കാം. അവനോ മുട്ടുകുത്തി. ഇനി അതിന്റെ 55-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. സ്തെഫാനോസ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി. തന്റെ വേദനയുടെ സാഹചര്യത്തില് ഓരോ കല്ലുകളും തന്റെ നേരെ വരുമ്പോ ഹല്ലേലൂയ, ആളുകൾ കോപം കൊണ്ട് നിറഞ്ഞപ്പോൾ, ദേഷ്യം കൊണ്ട് നിറഞ്ഞപ്പോൾ, വേദന ഒത്തിരി ഉണ്ടെങ്കിലും അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. അവൻ ഹല്ലേലൂയ തന്റെ ബാഹ്യമായ കണ്ണുകൾ അടച്ച് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അവനൊരു കാഴ്ച കണ്ടു. ദൈവമഹത്വവും പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് കർത്താവ് നിൽക്കുന്നതും കണ്ടു. വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലെ ശുശ്രൂഷ തികച്ച ശേഷം പിതാവിന്റെ വലത്തു ഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. എബ്രായലേഖനം പറയുന്നത് അവൻ വലത്തു ഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. അപ്പോൾ യേശു ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുമ്പോൾ ഇവിടെ സ്തെഫാനോസ് കണ്ടത് ഇരിക്കുന്ന ദൈവത്തെ അല്ല, ഇരിക്കുന്ന കർത്താവിനെ അല്ല, അല്ലേലു തനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കർത്താവ്. താൻ വേദന കൊണ്ട് ഹല്ലേലൂയ, ഭാരം കൊണ്ട്, പ്രയാസം കൊണ്ട് വളരെ ഹല്ലേലൂയ ക്ലേശിക്കുമ്പോൾ തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ മിനിറ്റുകൾ ഈ ഭൂമിയിലുള്ളത് അവസാനിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്തും അവൻ ദൈവസന്നിധി മുഴങ്കാൽ മടക്കിയപ്പോ അവൻ ഒരു കാര്യം കണ്ടു. ദൈവം തനിക്ക് വേണ്ടി എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷേ ഒറ്റ പ്രസംഗം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച സ്തെഫാനോസിനെ പോലെ ആ നിലയിൽ തുല്യം പറയാൻ ഒരുപക്ഷെ ഈ ഭൂമിയിൽ ആരുമില്ല. ഒത്തിരി പ്രസംഗങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കാം, അല്ലെ ഒരുപാട് ദിവസങ്ങൾ ജീവിച്ചവരുണ്ടായിരിക്കാം. എന്നാൽ സ്തെഫാനോസിന്റെ അല്ലെ ഒരു ആരംഭ പ്രസംഗം തന്നെ അവന്റെ അവസാനത്തെ പ്രസംഗം കൂടെയായി. മരുഭൂമിയിലെ സഭ എന്നുള്ള ആ ഒരൊറ്റ വിഷയത്തിൽ അവൻ ആ പ്രസംഗം തുടങ്ങി. എന്നാൽ അത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്റെ ജീവിതത്തിലെ ഈ ലോകത്തിലെ ജീവിതം കൂടെ അവസാനിപ്പിക്കാനിടയായി. ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. ഈ പകൽക്കാലം ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കണമെങ്കിൽ നീ ദൈവസന്നിധി മുട്ടുകുത്താൻ തയ്യാറാകുക. നിന്റെ ജീവിതത്തിന്റെ ഏത് ഭാരങ്ങളുടെ നടുവിലും, ഏത് പ്രയാസങ്ങളുടെ നടുവിലും, ഏത് വേദനിക്കുന്ന അനുഭവങ്ങളുടെ നടുവിലും, നിന്റെ ഭവനത്തിലാണെങ്കിലും നീ ജോലി ചെയ്യുന്ന സ്ഥാനത്താണെങ്കിലും ഏത് സ്ഥലങ്ങളിലും മുട്ടുകുത്തിയാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതായ പിതാക്കന്മാർ അവരുടെ ജീവിതത്തിൽ ലജ്ജയില്ലാതെ അവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ ഒരുപക്ഷെ വഴിത്താരകളോ അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ ചുവട്ടുകളോ അല്ലെങ്കിൽ മറ്റുള്ളതായ കടത്തുണ്ടകളോ ഒന്നും ലജ്ജിക്കാതെ അവർ മുട്ടുകുത്തി ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഭാരങ്ങളും വേദനകളും ദൈവസന്നിധിയിൽ ആവലാദികളും ഒക്കെ അറിയിച്ചപ്പോൾ അവർ ദൈവസന്നിധി മുഴങ്കാൽ മടക്കിയപ്പോൾ അവർക്ക് വേണ്ടി എഴുന്നേറ്റൊരു ദൈവമുണ്ട്, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു ദൈവമുണ്ട്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്റെ വിഷയത്തിൽ ആര് പ്രവർത്തിക്കും എന്നോർത്ത് നീ ഭാരപ്പെടണ്ട. നിന്റെ വിഷയത്തിന്റെ നടുവിൽ നീ മുട്ടുകുത്തിയാ മതി. മറ്റാരെയും ആ വിഷയം ഏൽപ്പിക്കണ്ട. മറ്റാരോട് ഒരു പ്രാർത്ഥിക്കാൻ പറയുന്നത് നല്ലതാ, പക്ഷേ ആ വേദന അറിയാവുന്ന നീ ദൈവസന്നിധി മുഴങ്കാൽ മടക്കിയ അതിന്റെ വേദനയുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാ. അല്ലെ ഇന്ന് പകൽക്കാലം അല്ലെ ഒന്ന് ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാൻ നമ്മുടെ വേദനയുടെ നടുവില്, അല്ലേലും നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ പ്രാർത്ഥനാ മുറിയില്, അല്ലേലും നമ്മുടെ ജീവിതത്തിന്റെ ആ തിങ്ങി വിങ്ങുന്ന സങ്കടങ്ങളുമായി ദൈവസന്നിധിയിൽ പോയി ഒന്ന് മുഴങ്കാൽ മടക്കി അല്ലെ നമ്മുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആരും അറിയണ്ട, ആരും കാണണ്ട, അല്ലേലൂയ നമ്മുടെ ഭവനത്തിന്റെ അല്ലെ വാതിലുകളൊക്കെ അടച്ച് നീയും കർത്താവുമായി മാത്രം സംഭാഷിക്കുവാൻ ഒന്ന് തയ്യാറാകണമെങ്കിൽ അവിടേക്ക് സ്വർഗം ഇറങ്ങി വരും. ഹല്ലേലൂയ. സ്തെഫാനോസ് കണ്ടത് തന്റെ ചുറ്റുപാട് ഒത്തിരി ആളുകൾ നിൽപ്പുണ്ട്. കല്ലെറിയാൻ വന്ന ആളുകളുണ്ട്, കല്ല് കയ്യിൽ പിടിച്ചവരുണ്ട്, കല്ല് സപ്ലൈ ചെയ്യുന്നവരൊരു പക്ഷെ കണ്ടു കാണാം, ഒരു പക്ഷെ ഇവൻ വീഴുന്നത് കാണാൻ
കാത്തിരിക്കുന്നവരുണ്ട്. അവൻ ആരെയും കണ്ടില്ല, അവൻ ആരെയും കണ്ടില്ല. അവരുടെ കയ്യിലിരിക്കുന്ന കല്ലിന്റെ വലിപ്പം കണ്ടില്ല, അല്ലെ എറിയുന്നവരുടേതായ മുഖഭാവം അവൻ കണ്ടില്ല. അവൻ കണ്ടത് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ തന്നെ സ്വീകരിപ്പാൻ റെഡിയായിരിക്കുന്ന ഒരു സ്വർഗത്തെയാ കണ്ടത്. തനിക്ക് വേണ്ടി തുറന്ന ഒരു സ്വർഗത്തെയാ കണ്ടത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ മുട്ടുകുത്താൻ തയ്യാറാണെങ്കിൽ ഏത് വിഷയത്തിനും ഒരു പരിഹാരം അവിടെയുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ സ്വാന്തനം നൽകുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവത്തിന് സ്തോത്രം. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമായ കാലുള്ളവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനായ ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ, നമ്മോട് സംസാരിക്കുവാൻ, നമ്മോട് ഇടപെടുവാൻ ആ കർത്താവ് മതിയായവനാണ്. ദൈവസൻ നമുക്ക് മുട്ടുകുത്താം. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. പുക പതറിക്കും പോലെ അവനവരെ പതറിക്കുന്നു. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവേ ഹല്ലേലൂയ അവിടുന്ന് ഒന്ന് എഴുന്നേൽക്കണമേ. ചിലപ്പോൾ വേദനകളും ഭാരങ്ങളും ഒക്കെ വരുമ്പോൾ, വചനത്തിൽ നിശ്ചയം കുറവാകുമ്പോൾ, അതിനെക്കുറിച്ച് വേണ്ട ഗൗരവമില്ലാതെ ആകുമ്പോൾ, ചില ആളുകൾ അവരെ വേദനിപ്പിക്കുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ പറയാറുണ്ട്, കർത്താവേ നീ അവരെ തൊടണേ, അവരെ പിടിക്കണേ. ഹല്ലേലൂയ. അതൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞാൽ മതി. കർത്താവേ എന്നെ നിലനിർത്തണേ. ദൈവം എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നടക്കേണ്ടതൊക്കെ എന്ത് ചെയ്തോളും. ഹല്ലേലൂയ. ആദിമ നൂറ്റാണ്ടിലെ സഭ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഹല്ലേലൂയ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നപ്പോൾ പത്രോസിനെ പിടിച്ചു. സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്ലെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന്റെ വിഷയം ഒന്നേ ഉള്ളൂ. ഹേരോദാവിനെ അടിക്കണേന്ന് അവർ പ്രാർത്ഥിച്ചില്ല, അവനെ തൊടണേന്നും എന്ത് ചെയ്തില്ല, പത്രോസിനെ വിടുവിക്കണേന്നേ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ പത്രോസിനെ വിടുവിപ്പാൻ ദൂതൻ എഴുന്നേറ്റപ്പോൾ ഹല്ലേലൂയ പത്രോസിന് വിടുതൽ കിട്ടി. ആ അധ്യായത്തിൽ തന്നെ വായിക്കുന്നു, ദൂതൻ അവനെ അടിച്ചു. ദൈവമക്കളെ, പ്രതികാരം എനിക്കുള്ളതെന്ന് ദൈവം അരുളി ചെയ്തെങ്കിൽ നീ മൗനമായിരുന്നാ മതി. ഹല്ലേലൂയ. നീ ശാന്തമായിരുന്നാ മതി. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് അവസരം വിട്ടുകൊടുക്കുക. അല്ല, നീതിമാനായ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, തലകളെ ദൈവത്തിന് മടക്കി ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എഴുന്നേൽക്കുന്നു. ഈ പകൽക്കാലം ആ ഒരു ചിന്ത, ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയട്ടെ. ഞാൻ ഭാരപ്പെട്ട വിഷയത്തിൽ, ഞാൻ കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ വേദനിച്ച വിഷയത്തിൽ എനിക്ക് വേണ്ടി ആരും എഴുന്നേൽക്കുന്നില്ല എങ്കിലും ഹല്ലേലൂയ ചലിക്കേണ്ടവർ ചലിക്കുന്നില്ല. ഹല്ലേലൂയ അവർ ചെയ്യേണ്ടതുപോലെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. എൻ്റെ വിഷയത്തിൽ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. ഇന്ന് പകൽക്കാലം ഉള്ളത്തിൽ ആ ഒരു ചിന്ത ദൈവം തരുന്ന ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് അല്പസമയം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എൻ്റെ സങ്കടത്തിൻ്റെ നടുവിൽ ദൈവം എനിക്ക് എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഞാൻ ജോലിയിൽ അനുഭവിക്കുന്ന ഭാരത്തിന്റെ നടുവിൽ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം എന്നെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ എനിക്കെതിരെ തുറന്നിരിക്കുന്ന ചില നാവുകൾ, എനിക്കെതിരെ തുറന്നിരിക്കുന്ന ചില വായുണ്ടല്ലോ, ഹല്ലേലൂയ അവിടെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. അല്ലെ, എതിര് പറയാൻ എനിക്ക് കഴിയുന്നില്ല, ആ വായടപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ അവിടുന്ന് ഒഴിഞ്ഞു പോകുവാൻ നിവൃത്തിയില്ല. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ മറുപടി പറയാൻ കഴിയാതെ നീ അശക്തനായി തീരുമ്പോൾ, അശക്തയായി തീരുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. നീ ആയിരിക്കുന്നതായ ഹല്ലേലൂയ ആ രംഗങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു ശാന്തത ദൈവം കൽപ്പിക്കും. ദൈവം നിനക്ക് ഒരു സമാധാനം കൽപ്പിക്കും. ഇന്ന് ഹല്ലേലൂയ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദനയുടെ നടുവിൽ, ആ സാഹചര്യങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ ദൈവം ഒരു സമാധാനം നിനക്ക് വേണ്ടി കൽപ്പിക്കാൻ പോകുക. നീ പാർക്കുന്ന ഇടത്ത്, നീ ജോലി ചെയ്യുന്ന ഇടത്ത്, കർത്താവ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ മേഖലയിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കാൻ പോകുക. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ അവിടുന്ന് എന്റെ കുടുംബത്തിൽ ഒന്ന് എഴുന്നേൽക്കണമേ. ഹല്ലേലൂയ എന്റെ ബിസിനസ്സിൽ ഒന്ന് എഴുന്നേൽക്കണമേ. അവിടുന്ന് എന്നിലൊന്ന് ഹല്ലേലൂയ ഒന്ന് മഹത്വപ്പെടണമേ, എന്നിലൊന്ന് എഴുന്നേൽക്കണമേ എന്ന് യഹോവ ഒരു വീരനെ പോലെ ഉണർന്ന് എനിക്കായി വെളിപ്പെട്ടു എന്ന് പറയുന്നത് പോലെ, ഉറക്കമുണരുന്നവനെ പോലെ യഹോവ എനിക്ക് വേണ്ടി ഉണർന്നു വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ രാജാതിരാജാവായിരിക്കുന്ന കർത്താവായിരിക്കുന്ന ആയ ഹല്ലേലൂയ യഹോവയായ ദൈവം നമുക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കട്ടെ. ആ കർത്താവിന് വേണ്ടി ഒന്ന് എഴുന്നേൽക്കുവാൻ, ആ കർത്താവിന് വേണ്ടി ഒന്ന് പ്രകാശിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഒന്നായി തീരുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം.
എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനത്തിൻ്റെ ഒരു വാക്കെങ്കിലും നമ്മുടെ ഹൃദയത്തിന് ഒരാശ്വാസമായെങ്കിൽ, ആ വചനം നമ്മോട് സംസാരിച്ചെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ആ ദൂതൊന്ന് ഏറ്റെടുക്കാം. കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. എന്നാൽ കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമെങ്കിൽ ഞാൻ എഴുന്നേൽക്കേണ്ട ഇടത്ത് ഞാൻ എഴുന്നേൽക്കണം. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എൻ്റെ വേദനയുടെ നടുവിൽ ഞാൻ മുട്ടുകുത്തുന്ന സമയങ്ങളിൽ കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. സ്വർഗീയ പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. മനോഹരമായ ഒരു ആരാധനയിലൂടെ സംബന്ധിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം യഹോവയുടെ ദയ ഞങ്ങളെ താങ്ങി. അവിടുത്തെ വിശ്വസ്തത ഞങ്ങൾക്ക് പരിചയം പലകയുമായിരുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴിൽ ശാശ്വത ഭുജങ്ങൾ ഉണ്ടെന്നുള്ള വചനത്തെ പ്രകാരം അവിടുത്തെ ശാശ്വത ഭുജങ്ങളിൽ ഞങ്ങളെ വഹിച്ചതിനാൽ, ഞങ്ങളെ സൂക്ഷിച്ചതിനാൽ നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ പകൽ ഞങ്ങളെ കേൾപ്പിച്ച ഞങ്ങളുടെ വചനത്തിനായി സ്തോത്രം. ആ വചനത്തിന് മുമ്പിൽ ഒന്നുകൂടെ ഞങ്ങളെ തന്നെ ശോധന ചെയ്യാൻ, ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച്, ആ സാഹചര്യങ്ങളിൽ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേക്ക് വേണ്ടി എഴുന്നേൽക്കുവാനും അങ്ങേക്ക് വേണ്ടി പ്രകാശിപ്പാനും കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ. കർത്താവെ, പലപ്പോഴും വിടുതലുകൾ പ്രാപിച്ചിട്ടും നന്മകളെ പ്രാപിച്ചിട്ടും അങ്ങയുടെ ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരായി ഞങ്ങളുടെ ജീവിതമാകാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ സ്നേഹത്തോടു കൂടി ഞങ്ങളെ തട്ടി ഉണർത്തിയ അവിടുത്തെ വചനത്തിനായി സ്തോത്രം. ഏലിയാവിനെ പോലെ പലപ്പോഴും ഞങ്ങൾ കർത്താവെ തിന്നുകുടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് ഹല്ലേലൂയ ഞങ്ങൾ കിടന്നുറങ്ങുന്നവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഉണരാനുള്ള നാഴിക അതിക്രമിച്ചു എന്ന് മനസ്സിലാക്കി ഉണരുവാൻ ഞങ്ങളെ ഉണർത്തിച്ച വചനത്തിനായി സ്തോത്രം. കരങ്ങൾ ഞങ്ങളെ ഒരുമിച്ച് ഏൽപ്പിക്കുന്നു. തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളിൽ അവിടുത്തെ കൃപ പകരണമേ. എല്ലാ മഹത്വവും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. യേശുമൂലം പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവേ, കരവും ശബ്ദമുയർത്തി കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വരുമാപത്തിൽ നൽതുണത പേരും താപത്തിൽ നൽ തണൽ താ. വരുമാപത്തിൽ നൽതുണത പേരും താപത്തിൽ നൽ തണൽ താ. ഇരുൾ മൂടുമൻ ജീവിത പാതയിലും താരും വെളിച്ചവും അഭയവും താ. ഇരുൾ മൂടുമൻ ജീവിത പാതയിലും താരും വെളിച്ചവും താ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. മധ്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. മധ്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. ജീവനാഥനാവശ്യങ്ങളറിഞ്ഞു ജീവനാളെല്ലാം നടത്തിയിടുമേ. ജീവനാഥനാവശ്യങ്ങളറിഞ്ഞു ജീവനാളെല്ലാം നടത്തിയിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ
വെച്ചു ഞാനിന്നും വിശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടിയാനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടിയാനന്ദിച്ചാശ്വസിക്കും. എന്നെ കരുതുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. എന്നെ കരുതു